ദേവനാന്തരമൊത്തം ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ ഇന്ന് നടത്തിപ്പുകാർ വേദിയിൽ സഹചര്യമിരിക്കുന്ന പാസ്റ്റർമാർ, ദേവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, കൂട്ടുകാർ, ഏവർക്കും ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായി വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പ്രസംഗം പറഞ്ഞ് വൈറലായിരുന്നു. അപ്പം അതൊന്നും കൂടെ ഇവിടെ ആവർത്തിക്കുന്നു. മാനവ ചരിത്രത്തിൽ ഇന്ന് വരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകടശേഷിയേറിയതും നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം. ഓരോ കുട്ടിയുടെയും ജീവിതത്തിലേക്ക് ഹരമായും ഉന്മാദമായും ഉറ്റ ചങ്ങാതിയായും മൃദുഹാസത്തോടെ പടികേറി വരുന്ന ലഹരി മരുന്ന് ഏത് വിധേനയായാലും ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ അതിൻ്റെ തോഴനും പിന്നീട് സന്ദർഭ സഹചാരിയായും അധികം വൈകാതെ അടിമയും ആക്കി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുമരുന്നിനുള്ളത്. മയക്കുമരുന്നിൻ്റെ ഈ മാന്ത്രിക ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ കടൽക്കിഴവന്റെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ കടൽക്കിഴവന്റെ കഥ കേട്ടിട്ടില്ലേ? വെയിലാറുന്ന സായാഹ്നങ്ങളിൽ കടൽ തീരത്തിന്റെ മണൽത്തട്ടിൽ നടക്കാനാവാതെ അവശനായി കിടക്കുന്ന വൃദ്ധനെ കാണാം. കരുത്തരായ യുവാക്കൾ ഒറ്റയ്ക്ക് ആരെങ്കിലും അടുത്തെത്തിയാൽ തന്നെ അല്പദൂരം മാറ്റി കിടത്താൻ ചെറുപുഞ്ചിരിയോടെ വിനയാഗ്നിതനായി അപേക്ഷിക്കും. മനസ്സലിഞ്ഞ് സഹായിക്കാൻ തയ്യാറായാൽ എടുത്തു മാറ്റാൻ കിഴവൻ അനുവദിക്കയില്ല. തോളിൽ കയറ്റാൻ നിർബന്ധിക്കും. തോളിൽ കയറിയാൽ കിഴവന്റെ തനി സ്വഭാവം പുറത്തു വരും. തന്നെ വഹിച്ചവൻ കുഴഞ്ഞു വീണ് മരിക്കുന്നത് വരെ തോളിൽ തന്നെ ഇരിക്കും. നന്നേ ഭാരമുള്ള കിഴവനെ ചുമന്ന യുവാവ് മരിച്ചു എന്ന് ബോധ്യമായാൽ ഇറങ്ങി അല്പമകലെ മാറിക്കിടക്കും, അടുത്ത ഇരയെ കാത്ത. ഇതുപോലെയാണ് മയക്കുമരുന്നിന്റെ ഉപയോഗവും. ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല, എന്നാലും വലിയ പ്രയാസം തന്നെ. മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും പരിണിത ഫലം ഏതാണ്ട് എല്ലാവരിലും ഒന്നു തന്നെയാണെന്ന് പറയാം. ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും കൗതുകവും എല്ലാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിമാറും. പിന്നീട് ഇത് ഉപയോഗിക്കാതെ ജീവിക്കാൻ കഴിയില്ലെന്ന സ്ഥിതി വരുന്നു. മയക്കുമരുന്നിന് ആവശ്യമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും. അപ്പോൾ അതിനായി കുറുക്കു വഴികൾ തേടുന്നു. അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കപ്പെടുകയും വീടിനും സമൂഹത്തിനും നിയമപാലകർക്കും തലവേദനയായി മാറുന്നു. ഇതിൻ്റെ എല്ലാം ബാക്കിപത്രം എന്ന് പറയുന്നത് നിരാശ, ഏകാന്തത, മാനസിക പിരിമുറുക്കം, ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക വിഭ്രാന്തി എന്നിവയാണ്. ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജ്ജീവരുമാക്കി മാറ്റുന്നു. അങ്ങനെ സമൂഹത്തിനും കുടുംബത്തിനും നട്ടെല്ലാവേണ്ട ഇവർ വീടിനും വീട്ടുകാർക്കും നാടിനും തന്നെ ബാധ്യതയായിത്തീരുന്നു. ലഹരി ഒരു മഹാവിപത്താണ്. സമൂഹത്തെ കാർന്നു തിന്നുന്ന മഹാവ്യാധി. ഇത് ബാധിക്കുന്നതാകട്ടെ നാടിൻ്റെ സമ്പത്തും രാഷ്ട്രത്തിൻ്റെ അടിത്തറയും നട്ടെല്ലുമായ യൗവനത്തെയും കൗമാരത്തെയും. കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം പോലെ നമ്മെ ഒന്നോടെ വിഴുങ്ങുവാൻ വായ് പിളർന്നലറിയാർ തടുക്കുന്ന ഈ ദുർഭൂതത്തെ നമുക്കൊറ്റക്കെട്ടായി നേരിടാം. ലഹരി എന്ന വിപത്തിനെതിരെ സന്ധിയുള്ള സമരത്തിനായി നമുക്കെണ്ണ ചേരാം. ലഹരിയുടെ ഉപയോഗത്തിനും വിതരണത്തിനും വ്യാപനത്തിനുമെതിരെ കൈയോട് കൈകോർത്ത് നമ്മെ തന്നെ കാത്തും പ്രിയമുള്ളവരുടെ കാവലാളായും ലഹരിക്കടിപ്പെട്ടു പോയവരെ ചേർത്ത് പിടിച്ചും ലഹരി വിമുക്ത നാളേക്കായി ഐക്യദാർഢ്യത്തിൻ്റെ ഉരുക്കുകോട്ട തീർത്ത് മുന്നേറാം. ഉറച്ച തീരുമാനവും വ്യക്തമായ കർമ്മ പദ്ധതികളും കൃത്യമായ ബോധവൽക്കരണവും കൊണ്ട് നമ്മുടെ പ്രിയമുള്ളവർക്ക് ചുറ്റും നമുക്കൊരു രക്ഷാവലയം തീർത്ത് മനവും കനവും ഒന്നായി ചേർത്ത് ഉറക്കെ പാടാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. വളം കണക്കെ കിട്ടിയ ജീവ
ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. ദൈവമക്കളായ നമ്മളാണ് ഈ മാതൃക ജീവിതത്തിലേക്ക് എല്ലാവരെയും വഴി നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നന്നായിട്ട് ക്ലാപ്പ് ചെയ്ത്